Behind the river Amudarya, Jeevan. Now this country is called as Uzbekistan. If you go only one country, all the provinces will say you about the scholars lived in that place, and now the world is celebrating them. Like Imam Al-Khwarizmi, he is the founder of algorithm which we use in modern digital technology and the modern AI. Even all these technologies are dependent. Those who gave us this, the basic technology before centuries ago. Those days, how we can imagine Al-Biruni, he made the radius of the earth. Scholars, they lived those times. There is no pathways, no motor vehicles, no powered lines. So the brain, Allah subhanahu wa ta'ala gives to the mankind. They are thinking, but how you could think? Because Allah Ta'ala put this thought in your mind. So everything depends upon the tawfiq and blessings of Allah Subhanahu wa Ta'ala. Without His power, without His support, anyone can do anything. So it depends on the Creator. മുമ്പ് എന്തെങ്കിലും വോളണ്ടിയർ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ നോക്കുന്ന ഒരു ഏരിയ അല്ല. നിങ്ങളുടെ അക്കാഡമിക് സ്കോർ മാത്രമേ ഉള്ളൂ. എന്നാൽ ടോപ്പ് യൂണിവേഴ്സിറ്റിക്ക് വരുമ്പോൾ ഈ സിറ്റുവേഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ ഒരു അപ്രോച്ച് ഏറ്റവും സിമ്പിളായ ഉത്തരവ് എന്ന് പറയുന്നത് മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, അതുപോലെ മനുഷ്യൻ ഡിജിറ്റൽ ജീവിയായി മാറുന്നു എന്നുള്ളത്. സാമൂഹിക സൊസൈറ്റി ജീവിക്കുന്നത് പോലെ തന്നെ ഡിജിറ്റൽ ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ, ധാർമ്മികതകൾ, അതെല്ലാം അവിടെയും പാലിക്കപ്പെടേണ്ടതുണ്ട്. ലോകം കൂടുതൽ അഡ്വാൻസ്ഡായി മാറുന്നു, പുതിയ ടെക്നോളജികൾ വരുന്നു, അതുപോലെ തന്നെ ഭീഷണികളും പ്രതിരോധങ്ങളും നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ എന്താണ് സൈബർ സെക്യൂരിറ്റി?
സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ അസറ്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ടെക്നോളജിയാണ്, ഡിജിറ്റൽ ഡിവൈസസ്, ഇവയുടെ പ്രതിരോധം അല്ലെങ്കിൽ സുതാര്യത, പ്രൈവസി ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന നമുക്ക് ഈ ഡിജിറ്റൽ ലോകത്ത് മനുഷ്യൻ ഡിജിറ്റൽ ഗ്ലോബൽ സിറ്റിസൺ ആവുന്ന ഒരു ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രകാരം എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, മനുഷ്യന്റെ ധാർമ്മികപരമായ ഉത്തരവാദിത്വം. വെറും ലീഗ് തുറന്നതിനപ്പുറത്ത് മനുഷ്യൻ എവിടെ എന്ത് പാലിക്കണം, എന്ത് ധർമ്മങ്ങൾ പാലിക്കണം എന്നുള്ളത് നാം ചർച്ച ചെയ്യപ്പെടുന്നത്. അവയാണ് മതങ്ങളുടെയും നിയമങ്ങളുടെയും പ്രശ്നം. പ്രൈവസി അവയർനെസ്, എന്താണ് നമ്മുടെ സ്വകാര്യത, എവിടെയാണ് സ്വകാര്യത എന്ന് പറയുന്നത് എന്നാണ്. അവിടെ തന്നെ നാം കൂട്ടിച്ചേർപ്പെടുന്ന ഒരു വസ്തുവാണ് പ്രൈവസി അവയർനെസ്. സ്വകാര്യത എവിടെ നിരീക്ഷിക്കുന്നത് അതും നാം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. എവിടെയാണ് നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ പുറത്തു കൊടുക്കേണ്ടത്, നിങ്ങൾ പബ്ലിഷ് ചെയ്യണമെന്ന് വ്യക്തമായ നമുക്ക് എല്ലാവർക്കും ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ്. ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ സിറ്റിസൺഷിപ്പോട് കൂടെ തന്നെ ഡിജിറ്റൽ സിറ്റിസൺ, മനുഷ്യനൊരു ഡിജിറ്റൽ ഐഡന്റിറ്റി വന്നുകൊണ്ടിരിക്കുന്നു. ആ കാലത്ത് ഓരോ സിറ്റിസൺ ഉണ്ടാവുന്ന റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം മനുഷ്യർ പാലിക്കണം എന്നുള്ളത് കൂടിയാണ് ഇതിനുള്ള ഒരു പ്രതിരോധം. കളക്റ്റീവ് അക്കൗണ്ടബിലിറ്റി പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ മാത്രം റോളല്ല സൈബർ സെക്യൂരിറ്റി. എൻ്റെ കമ്മ്യൂണിറ്റി ഹാസ് എ റോൾ ടു പ്ലേ. അതിനാൽ തന്നെയാണ് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ കൺസേൺ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫ്യൂച്ചർ ഓഫ് സൈബർ സെക്യൂരിറ്റി, നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് സൈബർ സെക്യൂരിറ്റി. നമ്മൾ ഭീഷണികളെ, വളർന്നു വരുന്ന ഭീഷണികളെ ചർച്ച ചെയ്യും, മനുഷ്യനെ എത്രത്തോളം അഫക്ട് ചെയ്യുന്നതെന്ന് ചർച്ച ചെയ്യും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാവിയിൽ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കണം. ആലോചിച്ചിട്ടില്ല,